Namaste all students. How are you all? Okay. Last class discussed about the topic solar system. Did you all learn well? Okay. Today discuss about solar system and our. What do you mean by solar system? എന്താണ് സോളാർ സിസ്റ്റം? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? സോളാർ സിസ്റ്റം എന്താണ്? ദ സൺ, 8 പ്ലാനറ്റ്, സാറ്റലൈറ്റ്സ് ആൻഡ് സം അതർ സെലസ്റ്റിയൽ ബോഡീസ് നോൺ ആസ് ആസ്ട്രോയിഡ് ആൻഡ് മെട്രോയിഡ് ഫോം ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സൂര്യൻ, പ്ലാനറ്റ്സ്, മറ്റു പല സെലസ്റ്റിയൽ ബോഡി എന്ന് വെച്ചാൽ സാറ്റലൈറ്റ്, പിന്നെ അസ്ട്രോയിഡ് ആൻഡ് മെട്രോയിഡ്സ്. അത് നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇവയെല്ലാം അടങ്ങുന്ന ഒരു കൂട്ടത്തെയാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റം എന്താണ്? സൺ, 8 പ്ലാനറ്റ്, സാറ്റലൈറ്റ് ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡീസ് നോൺ ആസ് അസ്ട്രോയിഡ് ആൻഡ് മെട്രോയിഡ്. അതർ സെലസ്റ്റിയൽ, മറ്റ് സെലസ്റ്റിയൽ ബോഡീസിൽ ഉൾപ്പെടുന്നതാണ് ആസ്ട്രോയിഡ്സ് ആൻഡ് മെട്രോയിഡ്സ്. അപ്പൊ ഇതിന്റെ ഒരു കൂട്ടത്തെയാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെ എന്തെന്നും പറയാം? നമ്മൾ പഠിച്ചു സോളാർ ഫാമിലി എന്നും. സോളാർ ഫാമിലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? സോളാർ ഫാമിലിക്കകത്ത് ഉൾപ്പെടുന്നത് സൺ, പ്ലാനറ്റ്, satellite and other celestial bodies known as asteroids and meteoroids. അപ്പൊ ഈ ഒരു കൂട്ടമാണ് സോളാർ ഫാമിലി എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു സോളാർ സിസ്റ്റത്തിലെ ഈ സോൾ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്, സൂര്യനെയാണ് അല്ലേ? എന്താ? റോമൻ മിത്തോളജിയില് സോൾ മീൻസ് സൺ ഗോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോളാർ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു സൺ, സൂര്യനെ റിലേറ്റ് ചെയ്യുന്നതാണ് സോളാർ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ സണ്ണിനെ കുറിച്ച് പറഞ്ഞു. സൺ എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിലാണ് സൺ എന്ന് പറയുന്നത് അല്ലേ? മെയ്ഡ് അപ്പ് ഓഫ് ഹോട്ട് ആൻഡ് ഹ്യൂജ് ഗ്യാസസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ്, പ്ലാനറ്റ്സ്. ഹൗ മെനി പ്ലാനറ്റ്സ് ഇൻ അവർ സോളാർ സിസ്റ്റം? 8 പ്ലാനറ്റ്സ്. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. അപ്പം ഇതിന്റെ എല്ലാം പേരുകള് അതിന്റെ ഓർഡർ അനുസരിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്ലാനറ്റ്സ് ഇനി നോക്കാൻ നമ്മൾ പഠിക്കുന്നത് പ്ലാനറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു 2. പ്ലാനറ്റ്സിനെ നമുക്ക് ആ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന ആ 8നെ നമ്മൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നത്? ഇന്നർ പ്ലാനറ്റ്സ് ആൻഡ് ഔട്ടർ പ്ലാനറ്റ്സ് അല്ലേ? അകത്തുള്ളതും പുറത്തുള്ളതുമായ പ്ലാനറ്റ്സ് ആയിട്ട് ആ 8 പ്ലാനറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഇന്നർ പ്ലാനറ്റ്സ് ആൻഡ് ഔട്ടർ പ്ലാനറ്റ്സ്. ഇന്നർ പ്ലാനറ്റ്സ്, ഇന്നർ പ്ലാനറ്റ്സ് അകത്തുള്ള പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. അപ്പൊ ഇതാണ് ഇന്നർ പ്ലാനറ്റ്സ്. ഇന്നർ പ്ലാനറ്റ്സ്, ഇന്നർ പ്ലാനറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ് അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ മെർക്കുറിയെയും വീനസിനെയും എർത്ത്, മാർസ് ഇവയെ ഇന്നർ പ്ലാനറ്റ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അപ്പൊ വെരി ക്ലോസ് ടു ദ സൺ. ഈ ഇന്നർ പ്ലാനറ്റ്സ് എല്ലാം സൂര്യനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയെ ഇന്നർ പ്ലാനറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞതായിരുന്നു മെർക്കുറി നിയറസ്റ്റ് ടു ദ സൺ അല്ലേ? അപ്പം ഇതിനകത്ത് നോക്കാം, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് റോക്സ്. ഈ പ്ലാനറ്റ്സിനകത്തൊക്കെ ചെറിയ തരത്തിലുള്ള പലതരത്തിലുള്ള റോക്സ് ഒക്കെ കാണാം. അപ്പൊ ഇവയെ നമ്മൾ റോക്കി പ്ലാനറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്. ഇനി നിങ്ങൾ നോക്കാം, മാർസ് കഴിഞ്ഞ് അടുത്തത് വരുന്നത് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. അപ്പൊ ഇവയെ എന്തെന്ന് പറയുന്നു? ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാ? വെരി വെരി ഫാർ ഫ്രം ദ സൺ. ഇവ സൂര്യനിൽ നിന്നും ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നോക്കാം, ഹ്യൂജ് പ്ലാനറ്റ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് അല്ലെ? ഒരുപാട് ഹോട്ട് ഗ്യാസസ് ആൻഡ് ലിക്വിഡും ഒക്കെ ഈ പ്ലാനറ്റ്സിനകത്ത് നിറഞ്ഞിരിക്കുന്നു.
അപ്പം ഇന്നർ ആൻഡ് അപ്പൊ പ്ലാനറ്റ്സ് ആർ ടു ടൈപ്സ്, ഇന്നർ പ്ലാനറ്റ്സ് ആൻഡ് ഔട്ടർ പ്ലാനറ്റ്സ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, വളരെ നോക്കാം. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. മാസ് കഴിഞ്ഞ് ജൂപ്പിറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇടയ്ക്ക് കണ്ടോ ഒരു ഡോട്ട് മാതിരിയൊക്കെ കാണുന്നത്? അപ്പം ഇവയ്ക്ക് പറയുന്ന മാസിനും ജൂപ്പിറ്ററിനും ഇടയിൽ വരുന്നതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. മാസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്ക് വരുന്നതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. അപ്പൊ നോക്കാം, അപ്പൊ നമുക്ക് ഇനിയും ആസ്ട്രോയിഡ് എന്താണെന്ന് നന്നായിട്ട് പഠിക്കാനുണ്ട്. ഞാൻ എന്നിട്ട് ഒന്ന് പറയാം, നോക്കാം. Apart from the stars, planet and satellite, there are numerous tiny bodies which also move around the sun. നോക്കാം, a part of stars, planet and satellite, there are numerous tiny bodies. ഒരുപാട് ചെറിയ തരത്തിലുള്ള ടൈനി ബോഡീസ് എന്തിനെ വലം വെക്കുന്നു? സൂര്യനെ വലം വെക്കുന്നുണ്ട്. ഈ ചെറിയ തരത്തിലുള്ള ഈ ടൈനി ബോഡീസിനെയാണ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ apart from the stars, planet and satellite, there are numerous tiny bodies which also move around the sun. These bodies are called asteroid. നെക്സ്റ്റ്, അസ്ട്രോയിഡ് കഴിഞ്ഞ് നമ്മൾ പ്ലാനറ്റ്സിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഏത്? മെർക്കുറിയെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ? മെർക്കുറി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്? നിയറസ്റ്റ് ടു ദ സൺ, സണ്ണിന് കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ് മെർക്കുറി. അപ്പൊ മെർക്കുറിക്ക് സണ്ണിനെ വലം വെക്കാൻ 88 ഡേയ്സ് ആവശ്യമാണ്. കംപ്ലീറ്റ് വൺ അറൗണ്ട് along its orbits അല്ലെ? അപ്പം നമ്മൾ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞു. എന്താ ഓർബിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഓർബിറ്റ്? സെയിം പാത്തിൽ കൂടി അല്ലെ റൗണ്ട് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മെർക്കുറി കഴിഞ്ഞ് അടുത്തത് വരുന്നത് ഏതാണ്? വീനസ്. വീനസ് എന്ന് പറയുന്നത് എർത്തിന്റെ ട്വിൻസ് എന്ന് പറയുന്നു. വീനസിനെ എർത്തിന്റെ ഒരു ട്വിൻസ് എന്ന് അറിയപ്പെടുന്നു വീനസിനെ. എന്തുകൊണ്ടാണ്? എർത്തിന്റെ സൈസും ഷേപ്പുമായിട്ട് വീനസിന് ചെറിയ സാമ്യമുള്ളത് കൊണ്ട് വീനസിനെ എർത്തിന്റെ ട്വിൻസ് എന്ന് അറിയപ്പെടുന്നു. അടുത്തത് നമ്മൾ പറഞ്ഞു എർത്ത്. എർത്ത് എന്ന് പറയുന്നത് തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ആണ്. സൂര്യന്റെ അടുത്ത് നിൽക്കുന്നത് തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ആണ്. ഇൻ ദ സൈസ് ഇറ്റ് ഈസ് ദ 5th ലാർജസ്റ്റ് പ്ലാനറ്റ്. ആൻഡ് ഇറ്റ് ഷേപ്പ്, എർത്തിന്റെ ഷേപ്പ് ഏതാണ്? ജിയോയിഡ്. അത് പഠിച്ചിട്ടുള്ളതാണ്. ജിയോയിഡ് മീൻസ് ആൻ എർത്ത് ലൈക്ക് ഷേപ്പ്. എർത്തിന് എന്ന് പറയുന്നു the earth is a unique planet because it is only planet having life for animals and plants. അപ്പൊ ഇതാണ് എന്ത്? ഈ എർത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നുകൂടെ പറയാം. സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? സൺ, പ്ലാനറ്റ്, ആസ്ട്രോയിഡ് ആൻഡ് മെട്രോയിഡ്. സൂര്യൻ, 8 planets and satellite and asteroid and meteoroid. celestial bodies ഉൾപ്പെടുന്നതാണ് asteroid and meteoroid. അപ്പൊ ഇവയെല്ലാം കൂടി ചേരുന്നതിനെയാണ് സോളാർ സിസ്റ്റം ഓർ സോളാർ ഫാമിലി എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് സൺ എന്ന് പറയുന്നത് സെന്റർ ആണ്. നെക്സ്റ്റ് പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാനറ്റ്സ് ആൻഡ് 8 പ്ലാനറ്റ്സ് ഉണ്ട്. 8 പ്ലാനറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നർ പ്ലാനറ്റ്സ് ആൻഡ് ഔട്ടർ പ്ലാനറ്റ്സ്. ഇന്നർ പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. ഔട്ടർ പ്ലാനറ്റ് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഈ മാസിനും ജൂപ്പിറ്ററിനും ഇടയിൽ കാണുന്നതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ സോളാർ സിസ്റ്റം? പോകുന്നത് മൂണിനെ കുറിച്ചാണ്. Our earth has only one satellite, that is the moon. അല്ലെ? നമ്മുടെ എർത്തില് ഒരൊറ്റ സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് മൂൺ എന്ന് പറയുന്നത് അല്ലെ? പ്ലാനറ്റ്സിനകത്തൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം our earth has only one satellite, that is moon. What is satellite? എന്താണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്? A satellite is a celestial body that moves around the planet in the same way as the planet moves around the sun.
അല്ലെ? സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് ദാറ്റ് മൂവ് അറൌണ്ട് ദ പ്ലാനറ്റ്. അത് എന്തിനെ വലം വെക്കുന്നുണ്ട്? പ്ലാനറ്റിനെ വലം വെക്കുന്നുണ്ട്. എന്ത്? ആൻഡ് വേ ആസ് ദ പ്ലാനറ്റ് മൂവ് അറൌണ്ട് ദ സൺ. പ്ലാനറ്റ് എന്തിനെ വലം വെക്കുന്നു? സൂര്യനെ വലം വെക്കുന്നു. ദ എർത്ത് ഹാസ് ഓൺലി വൺ നാച്ചുറൽ സാറ്റലൈറ്റ് ഈസ് മൂൺ. അല്ലെ? ദ എർത്ത് ഹാസ് ഓൺലി വൺ നാച്ചുറൽ സാറ്റലൈറ്റ്, ദ മൂൺ. നെക്സ്റ്റ്, മൂണിന്റെ ഡിഫറെന്റ് സൈസ് ആൻഡ് ഡിഫറെന്റ് ഷേപ്പ് ഇൻ മൂൺ. അല്ലെ? മൂണിന് പല ഷേപ്പാണ്, ഡിഫറെന്റ് സൈസാണ്, ഡിഫറെന്റ് ഷേപ്പാണ്. അത് നിങ്ങൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് മൂണിന്റെ ഷേപ്പ്. അല്ലേ? ഏതൊക്കെയാ നിങ്ങൾ പഠിച്ചിട്ടുള്ള? ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ? ഹാഫ് മൂൺ, ഫുൾ മൂൺ, ന്യൂ മൂൺ, ക്രിസന്റ് മൂൺ, ഗിബിയസ് മൂൺ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മൂണിന്റെ ഷേപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലേ? അപ്പം ഡിഫറെന്റ് സൈസ് ആൻഡ് ഡിഫറെന്റ് ഷേപ്പ് ഇൻ മൂൺ ഏതൊക്കെയാണ്? നമ്മൾ ന്യൂ മൂൺ നമ്മൾ പറഞ്ഞു അല്ലേ? അമാവാസ്യ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫുൾ മൂൺ, ന്യൂ മൂൺ, ക്രിസന്റ് മൂൺ, ഹാഫ് മൂൺ, ഗിബിയസ് മൂൺ. അപ്പൊ ഇതൊക്കെയാണ് ഏതാ? ഡിഫറെന്റ് സൈസ് ആൻഡ് ഡിഫറെന്റ് ഷേപ്പ് ഇൻ മൂൺ എന്ന് പറയുന്നത്. അപ്പം ദ എർത്ത് ഹാസ് ഓൺലി വൺ നാച്ചുറൽ സാറ്റലൈറ്റ്, ദ മൂൺ. അല്ലേ? നമ്മുടെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ പ്ലാനറ്റ്സിനകത്തൊക്കെ എന്തുണ്ട്? പലതരത്തിലുള്ള സാറ്റലൈറ്റ് ഉണ്ട്. അല്ലേ? അപ്പൊ നമ്മുടെ എർത്തിന് ഒരു ഒറ്റ നാച്ചുറൽ സാറ്റലൈറ്റേ ഉള്ളൂ, അത് മൂൺ. എന്നാൽ അതേപോലെ നമുക്ക് പറയാവുന്നതാണ്. നോക്കിയേ, അപ്പൊ ഞാൻ പറഞ്ഞു സാറ്റലൈറ്റ് എന്താ? എ സാറ്റലൈറ്റ് ഈസ് എ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് മൂവ് അറൌണ്ട് ദ പ്ലാനറ്റ് ഇൻ ദ സെയിം വേ ആസ് ദ പ്ലാനറ്റ് മൂവ് അറൌണ്ട് ദ സൺ. അപ്പം എർത്തിന് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കാം, ഇനിയും നെക്സ്റ്റ് മെർക്കുറി. മെർക്കുറിക്ക് എത്രയുണ്ടെന്ന് അറിയാമോ? മെർക്കുറിക്ക് സാറ്റലൈറ്റ് ഇല്ല. മെർക്കുറിക്കും വീനസിനും സാറ്റലൈറ്റ് ഇല്ല. അപ്പം മെർക്കുറി, വീനസ്, നോ മൂൺ. അതേപോലെ നമ്മൾ പറഞ്ഞു എർത്തിന് എത്ര സാറ്റലൈറ്റ് ഉണ്ട്? ഒറ്റ സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ്. മാസ്, എർത്ത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് പ്ലാനറ്റ് മാസ് ആണ്. മാസിന് 2 സാറ്റലൈറ്റ് ഉണ്ട്. അല്ലേ? 2 സാറ്റലൈറ്റ് ഉണ്ട്. 2 മൂണെന്ന് പറയുന്നു. ജൂപ്പിറ്ററിന് 50 അല്ലേ? അപ്പം 50 സാറ്റലൈറ്റ്, 50 മൂണെന്ന് പറയുന്നു. അടുത്ത സാറ്റേൺ, ഏറ്റവും കൂടുതൽ. സാറ്റേൺ ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് കൂടുതലുള്ള ഒരു പ്ലാനറ്റ് ആണ് സാറ്റേൺ എന്ന് പറയുന്നത്. സാറ്റേണിന് എത്ര സാറ്റലൈറ്റ് ഉണ്ടെന്ന് അറിയാമോ? 53. സാറ്റേണിന് 53 സാറ്റലൈറ്റ് ഉണ്ട്. ആൻഡ് യുറാനസിന് 27 സാറ്റലൈറ്റ്. നെപ്റ്റ്യൂൺ 13 അല്ലേ? 1, 3. അപ്പം എല്ലാ പ്ലാനറ്റ്സിനും കൂടി അപ്പൊ സാറ്റലൈറ്റ് ഇല്ലാത്ത 2 പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്? മെർക്കുറി ആൻഡ് വീനസ്. കണ്ടോ? മെർക്കുറിക്കും വീനസിനും സാറ്റലൈറ്റ് ഇല്ല. അപ്പം ബാക്കി എർത്തിന് 1, മാസിന് 2, ജൂപ്പിറ്റർ 50, സാറ്റേൺ 53, യുറാനസ് 27, നെപ്റ്റ്യൂൺ 13. അപ്പൊ ടോട്ടൽ എത്രയാ വരാ? 146 സാറ്റലൈറ്റ്. അപ്പം എ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എ സാറ്റലൈറ്റ് ഈസ് എ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് മൂവ് അറൌണ്ട് ദ പ്ലാനറ്റ് ഇൻ ദ സെയിം വേ ആസ് ദ പ്ലാനറ്റ് മൂവ് അറൌണ്ട് ദ സൺ. അല്ലേ? അത് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ്, എ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്, മനുഷ്യനിർമ്മിത സാറ്റലൈറ്റ്. മനുഷ്യനിർമ്മിത സാറ്റലൈറ്റ് എന്ന് പറയുമ്പം എ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ബോഡി. It is designed by scientists to gather information about universe or for communication. സയന്റിസ്റ്റ് രൂപകൽപ്പന ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. It is carried by a rocket and placed in an orbit around the earth. അല്ല, it is carried by a rocket, വഹിച്ചുകൊണ്ടുപോയി and placed in the orbit around the earth, ഭൂമിക്ക് വലം വെക്കുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം സം ഓഫ് ദ ഇന്ത്യൻ സാറ്റലൈറ്റ് ഇൻ സ്പേസ് ആർ ഇൻസാറ്റ്, IRS, എജുസാറ്റ് എക്സെട്ര. അല്ലേ? പലതരത്തിലുള്ള ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് ഉണ്ട്.
പക്ഷേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് മൂൺ. അപ്പം ഹ്യൂമൻ മെയ്ഡ് നാച്ചുറൽ സാറ്റലൈറ്റിന് എക്സാമ്പിൾ ആണ് മൂൺ എന്ന് പറയുന്നത്. ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റിന് എക്സാമ്പിൾ പറഞ്ഞേ ഇൻസാറ്റ്, IRS ആൻഡ് എഡ്യൂസാറ്റ് അല്ലേ, എക്സെട്ര. അപ്പം ഇതാണ് ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ബോഡി. ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ സയന്റിസ്റ്റ്. ഇതാരാണ് ഡിസൈൻ ചെയ്യുന്നത്? സയന്റിസ്റ്റ് ആണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സയന്റിസ്റ്റ് റിസർച്ച് അല്ലേ, അവരുടെ പഠനമാണ്. ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ യൂണിവേഴ്സ്, എന്തിനെ കുറിച്ചുള്ള? യൂണിവേഴ്സിനെ കുറിച്ച്. ആൻഡ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് വേണ്ടിയുള്ളത് ആണ് ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സോളാർ സിസ്റ്റത്തെയാണ്. സോളാർ സിസ്റ്റം പറഞ്ഞു, പ്ലാനറ്റ്സിനെ ഡിവൈഡ് ചെയ്തു അല്ലേ, ഏതൊക്കെയാ? ഇന്നർ ആൻഡ് ഔട്ടർ പ്ലാനറ്റ്സ്. പിന്നെ നമ്മൾ മൂണിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇന്നർ ആൻഡ് ഔട്ടർ പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കുക.